നമുക്ക് നീ 2 ദിവസം മുന്നേ ചെയ്ത വീഡിയോന്റെ ബാക്കിയുള്ള ചെയ്താലോ? അന്ന് ക്ലേ ഉണക്കാൻ വേണ്ടി വെച്ചിരുന്നു. അപ്പോൾ നല്ല ഉണങ്ങി സെറ്റൊക്കെ ആക്കണം. ഉണങ്ങുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു കാഴ്ച ടൈമിൽ എങ്ങാനും പൊട്ടിപ്പോവോ എന്നുള്ള പേടി. പക്ഷേ പൊട്ടിപ്പോയിട്ടൊന്നുമില്ല, സാധനം സെറ്റ് ചെയ്യാൻ കിട്ടിയത്. പിന്നെ അടുത്ത ടെൻഷന് പെയിന്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ പെയിന്റ് ചെയ്ത് കൊളാവോ, എങ്ങാനും കൊളായി പോവോ, അങ്ങനത്തെ കുറേ ഇതുണ്ടെങ്കിൽ പക്ഷേ ലാസ്റ്റ് പെയിന്റ് ചെയ്തപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടിയത്. അപ്പോൾ ആദ്യം ഞാനൊന്ന് വൈറ്റ് കോട്ട് അടിച്ചെടുക്കുന്നു ഫുള്ള്. അത് വൃത്തിക്ക് വേണ്ടിയിട്ട് ആദ്യം വൈറ്റ് കോട്ട് അടിച്ചെടുത്ത്, എന്നിട്ട് പിന്നെ എന്ത് ചെയ്ത് നമ്മളൊരു ലൈറ്റ് പിങ്ക് കളർ അടിച്ചെടുക്കണം. അത് മൊത്തത്തിൽ അടിച്ചെടുക്കണം. ഒരു വൈറ്റിക്ക് പിങ്ക് മിക്സ് ചെയ്തിട്ട് ലൈറ്റ് കളർ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഫസ്റ്റ് രണ്ടാമത്തെ കോട്ട് അത് ഫുൾ അടിച്ചെടുത്തു. അതൊരു 2 പ്രാവശ്യം അടിച്ചെടുത്തു ആ കോട്ട്. ഒന്ന് ഫസ്റ്റിലെ ഒറ്റ കോട്ടടിച്ചപ്പോൾ എനിക്ക് എന്തെങ്കിലും വൃത്തിയില്ലാത്ത പോലെ, അപ്പോൾ ഞാൻ രണ്ടാമത്തെ 2 പ്രാവശ്യം കോട്ടടിച്ചെടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്ത് നമ്മളെ ഡാർക്ക് പിങ്ക് ആക്കി കണ്ടിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പിങ്ക് അത്യാവശ്യം നല്ല ഡാർക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് കിട്ടിയ കളറാണ് ഈ കളർ. അങ്ങനെ നമ്മളതിൻ്റെ അറ്റത്തൊക്കെ എന്ത് ചെയ്യുക, അത് അടിച്ചെടുക്കുക. സെൻറ്റർ ഭാഗത്ത് നമ്മൾ ലൈറ്റ് പിങ്ക് വെച്ചിട്ട് അങ്ങനെ സെറ്റാക്കി കൊടുക്കുക. അതും ഞാൻ 2 കോട്ട് അടിച്ചു. ഞാൻ എല്ലാം 2 കോട്ട് അടിച്ചു. വൈറ്റ് ഫസ്റ്റ് അടിച്ച വൈറ്റ് കളർ മാത്രം ഒറ്റ കോട്ട് അടിച്ച് ബാക്കിയുള്ള രണ്ട് കോട്ട് ചേർച്ച് അടിച്ചെടുക്കുന്നത്. അതാകുമ്പോൾ എനിക്കൊരു ഫിനിഷിങ് കിട്ടുന്നത് അങ്ങനെയാണെന്ന് തോന്നി. അപ്പം അങ്ങനെ 2 കോട്ട് അടിച്ചെടുത്തു. അങ്ങനെ പിന്നെ നമ്മൾ സെൻറ്റർ ഭാഗം ഉണ്ടാവല്ലോ, സെൻറ്റർ ഭാഗം അതേമാതിരി തന്നെ നമ്മൾ ഡാർക്ക് പിങ്ക് വെച്ചിട്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അത് എന്നിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ കൊടുത്തുന്നത് അപ്പുറത്ത് കൊടുത്തത് എന്ത് ടൈം നമുക്കല്ല, അങ്ങനെ കാണുന്ന പോലെയാണ് ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്ത് കൊടുത്തത്. പിന്നെ നമ്മൾ ആ ലൈറ്റ് പിങ്ക് കൊണ്ടിട്ട് ഒന്നും കൂടി എന്ത് ചെയ്തത്, ജസ്റ്റ് ആറ്റൊന്ന് സെറ്റാക്കി കൊടുത്തത്. അതൊരു ബോർഡർ കാണാത്ത രീതിയിൽ അതൊരു ബോറല്ല, ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഒരു കളർ കഴിഞ്ഞിട്ട് വര കഴിഞ്ഞിട്ട് അടുത്ത കളർ കാണുമ്പോൾ ഒരു ബോറില്ല. അപ്പം പിന്നെ ഒരു ഇത് ചെമ്പരത്തിക്കായിട്ട് തോന്നണ്ടേ, അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളെ ചെമ്പരത്തിൻ്റെ അറ്റത്തുണ്ടായ പൂവിൻ്റെ അവിടെ അങ്ങനെ മറ്റേ സാധനം ഇതിന് പേരൊന്നും കേട്ടില്ല, അതിൻ്റെ മഞ്ഞ കളറൊക്കെ ചെയ്ത് കൊടുത്ത് സെറ്റാക്കി എടുത്തണം. പിന്നെ നമ്മളെ കയ്യിൽ വാർണിഷ് ഇല്ലായിരുന്നു. ഒരു ഗ്ലോയി എഫക്റ്റ് കിട്ടണമെങ്കിൽ വാർണിഷ് വേണ്ടേ. വാർണിഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, തൽക്കാലം പശയിൽ കുറച്ച് വെള്ളം കലർത്തി മിക്സ് ചെയ്ത് കണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വാർണിഷാക്കി ചെയ്ത് കൊടുത്തു. അപ്പം നമ്മുടെ ചെമ്പരത്തി ട്രിക്ക് ഡിഷ് എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ടൊക്കെ ചെയ്ത് കൂടെ കൂട്ടിയിടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ ഗൈസ്.